Good evening, everyone. Welcome back to our Shunoyo prayer series. Today, the prayer would be led by Jinu Joseph. She is the regional secretary for Dallas region. I warmly invite Jinu on behalf of everyone present here to lead this Shunoyo prayer. Jinu. The Son and to the Holy Spirit, one true God. So we know that we are observing the 12th day of the Shunoyo prayer series. So with this, let us reflect the humble obedience, unwavering faith, and the intercessory prayers of the Blessed Virgin Mary. So having said this, I would now request John Chamachin to lead us in the opening prayer. Thanks, Gina. Let's pray. പിതാവും പുത്രനും പരിശുദ്ധവുമാകുന്ന സത്യദൈവത്തിന് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമേൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിക്കുന്നവനുമായ വാഴ്ത്തപ്പെടാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപികളായ നിന്റെ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാണ്. ശുദ്ധമളകന്യമർത്തമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് നീ അപേക്ഷ കൊള്ളണമേ. ആമേൻ. Thank you, Chamachin. So now I would request Mrs. Niti George to read the Bible portion. So today's Bible portion is from Saint Mark, chapter 3, verses 28 to 35. So Mrs. Niti George, now you can go ahead and unmute your screen. Yeah. Thank you. Yes, Niti, കേൾക്കാം. ഓക്കെ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. മനുഷ്യരോട് സകല പാപങ്ങളും അവർ ദുഷിച്ചു പറയുന്ന സകല ഭൂഷണങ്ങളും ക്ഷമിക്കും. പരിശുദ്ധാത്മാവിന്റെ നേരെ ഭൂഷണം പറയുന്നവനോ ഒരു നാളും ക്ഷമ കിട്ടാതെ നിത്യശിക്ഷയ്ക്ക് യോഗ്യനാകും എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. അവന് ഒരു അശുദ്ധാത്മാവ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അനന്തരം അവന്റെ അമ്മയും സഹോദരന്മാരും വന്നു പുറത്തു നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു. പുരുഷാരം അവന്റെ ചുറ്റും ഇരുന്നിരുന്നു. അവർ അവനോട്, നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്തു നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ആര് എന്ന് പറഞ്ഞിട്ട് ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട്, എൻ്റെ അമ്മയും സഹോദരന്മാരും ഇതാ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എൻ്റെ സഹോദരന്മാരും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു. ബാറിക്കുമോർ. Thank you, Niti. Now we have a hymn sung by Mrs. Lija Philip. കേൾക്കാമോ? Yes, Lija. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നിന്നിൻ വേദനകൾ, നിന്നിൽ ചാരുന്ന നേരത്തിൽ
നീയല്ലാതെ ഭാരം താങ്ങുവാനായി എനിക്കാരുമേ. നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നിൻ കൈകളാൽ കണ്ണീർ തുടയ്ക്കും, നീ എന്നെ കൈവിടാ. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നിൻ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നിൻ വേദനകൾ. എന്നാശ തീർന്നങ്ങ് വീട്ടിൽ വരും നാൾ എന്നാണെന്നാഥനേ. എന്നാശ തീർന്നങ്ങ് വീട്ടിൽ വരും നാൾ എന്നാണ് നാഥനേ. അന്നാൾ വരെ മണ്ണിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. അന്നാൾ വരെ മണ്ണിൽ നിൻ വേല നന്നായി ചെയ്യും ഞാൻ. നീ എന്നും എൻ രക്ഷകൻ, ആഹാ നീ മതി എനിക്കെല്ലാമായി നാഥാ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നിൻ വേദനകൾ. നിന്നിൽ ചാരുന്ന നേരത്തിൽ നീങ്ങുന്നിൻ വേദനകൾ. Thank you. Thank you, Lija. That was sung very beautifully. Thanks, Lija. Next, we move on to a devotional message by Mrs. Jessica Vishal, and she is a member of St. Gregorius Orthodox Cathedral, Bellwood, Chicago. So I request Mrs. Jessica to unmute yourself and please proceed. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻ മൊഴികൾ. ആദരണീയനായ ഷമ്മാശൻ, എന്നെ കേൾക്കുന്ന വിശ്വാസികളായ ഏവരുമേ ക്രിസ്തയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കട്ടെ. പലയിടങ്ങളിലായിക്കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിന്റെ നാമത്തിൽ കൂടിച്ചേരുവാൻ ദൈവം ഒരുക്കിയ കൃപയോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധ ശൂനോയോ നോയമ്പിന്റെ 12-ാം ദിനത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യമാണ്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ട് ഓടിപ്പോയി. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരും മുമ്പ് ഏതാനും ചില കാര്യങ്ങൾ ആമുഖമായി നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് വേണ്ടിയിട്ട് സമർപ്പിക്കപ്പെട്ട വിശുദ്ധ ജീവിതത്തിന്റെ മഹത്വമാണ് ഈ ശൂനോയോ നോമ്പ്. അന്നയും യോവാക്കീമും പിതാവാം ദൈവത്തോട് നടത്തിയ നേർച്ച നിറവേറ്റുന്നതിനായി കുഞ്ഞു മറിയത്തെ ദേവാലയത്തിങ്കിലേക്ക് സമർപ്പിച്ചു. പരിശുദ്ധ ദേവാലയത്തിൽ വളർന്ന ആ ബാലിക ലോകരക്ഷകനെ വഹിക്കുന്ന പാത്രമായി തീർന്നു. ഈ പരിശുദ്ധ ശൂനോയോ നോമ്പിന്റെ 12-ാം ദിനത്തിൽ ഞാൻ സ്വയം ഒരു ചോദ്യം ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 11 ദിനങ്ങൾ എന്നിൽ എന്ത് പരിവർത്തനമാണ് എനിക്ക് ഈ നോമ്പിലൂടെ സാധ്യമാക്കുവാൻ കഴിഞ്ഞത്? What changes happens in our own life last 11 days? എന്നിൽ എന്ത് പരിവർത്തനത്തിന്റെ അനുഭവമാണ് ഈ നോമ്പിൽ ഞാൻ ഈ വർഷം ആക്കുവാനായിട്ട് ആഗ്രഹിച്ചത്? ഞാൻ ഉത്തരമായി ഇങ്ങനെ പറയും, മേക്ക് ചേഞ്ചസ് ഇൻ അവർ ഓൺ ലൈഫ്.
സ്വയം പരിവർത്തനത്തിന്റെ അനുഭവമാണ് ഈ പരിശുദ്ധ നോമ്പ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യത്തിൽ നാം വായിച്ചു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന്. വളരെ കേട്ട് ഗൃഹസ്ഥമാക്കിയ ഒരു വേദഭാഗമാണിത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഈ വചനവുമായി ഉൾക്കൊണ്ടുകൊണ്ട് എന്തെല്ലാം മാതൃകകളെ നമുക്ക് കൈക്കൊള്ളുവാൻ കഴിയും എന്നതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. പരിശുദ്ധ അമ്മയുടെ ഈ മറുപടി ഒരു സാധാരണ മറുപടിയായി എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പരിശുദ്ധ അമ്മ ദൈവത്തിൽ സ്വയം സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഈ മറുപടിയെ ഞാൻ കാണുന്നത്. പരിശുദ്ധ അമ്മയിൽ നിന്ന് ഒന്നാമതായി നാം മാതൃകയാക്കേണ്ട മാതൃകാ ജീവിതം പരിശുദ്ധ അമ്മയുടെ ശക്തമായ ധീരയായ ഒരു സ്ത്രീയുടെ അനുഭവമാണ്. കാരണം ദൂതൻ തനിക്ക് നൽകിയ സന്ദേശം അത്ര എളുപ്പമായിരുന്നില്ല അനുസരിക്കാൻ. മാനുഷികമായി നാം ചിന്തിക്കുമ്പോൾ സ്വയം നമ്മെ തന്നെ ദൈവത്തിൽ സമർപ്പിച്ചാൽ പോലും ഈ സമൂഹം നമ്മെ കല്ലെറിയും. നമുക്ക് ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ഈ സമൂഹത്തിൽ നിന്ന് ഒരു ബാലികയ്ക്ക് അനുഭവിക്കേണ്ടതായി വരും. എന്നിരുന്നാൽ തന്നെ സ്വയം തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ ആ വാഗ്ദാനത്തിന്മേൽ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കുകയായിരുന്നു. ബേത്ലഹേമിലെ ദാരിദ്ര്യവും ഈജിപ്തിലെ പലായനവും സമൂഹത്തിന്റെ നിന്ദകളും താൻ വഹിക്കുവാൻ പോകുന്ന ലോകരക്ഷകന്റെ കുരിശു മരണം വരെ അമ്മയ്ക്ക് അറിയാമായിരുന്നിട്ടും അമ്മ ആ വാഗ്ദാനത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശുവിന്റെ കുരിശിനരികെ അവന്റെ അമ്മയും നിന്നിരുന്നു. മാനുഷികമായി ചിന്തിക്കുമ്പോൾ ഏതൊരു മാതാവിനാണ് ഈ വേർപാട് സഹിക്കുവാനായിട്ട് കൃപ ലഭിക്കുക? പരിശുദ്ധ അമ്മയിൽ ആ കൃപാവരം ഉണ്ടായിരുന്നു. ഇന്നത്തെ ലോകവുമായി നാം യോജിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശത്തെ ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാവാം, കണ്ണുനീരുകൾ വരാം, സഹിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വേദനകൾ നമ്മെ പിന്തുടരാം. എന്നാലും പരിശുദ്ധ അമ്മയെ പോലെ സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൽ ധീരതയോടുകൂടിയായിരിക്കുവാൻ നാം ആകുന്ന ഓരോ അമ്മമാർക്കും സാധ്യമാകണം. രണ്ടാമതായി പരിശുദ്ധ അമ്മയുടെ വിനയത്തിന്റെയും സൗമ്യതയുടെയും മാതൃകയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. ലോകരക്ഷകനെ താൻ ഉദരത്തിൽ വഹിക്കുമെന്ന് വാഗ്ദാനം കിട്ടിയപ്പോൾ പരിശുദ്ധ അമ്മ സ്വയം സൗമ്യതയുടെ ഭാവമാണ് അടിഞ്ഞത്. അമ്മയ്ക്ക് അഹങ്കരിക്കാമായിരുന്നു. എന്നിരുന്നാൽ തന്നെ സൗമ്യതയോടുകൂടി ദൈവ വാഗ്ദാനം നിറവേറുവാൻ പരിശുദ്ധ അമ്മ സ്വയം താഴ്ത്തി ആ ഉത്തരവാദിത്വത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ഉൾക്കൊള്ളുകയായിരുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 48-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയിൽ കടാക്ഷിച്ചിരിക്കുന്നു. വിനയത്തിന്റെ അനുഭവം, സറണ്ടറിങ് ഹെർസെൽഫ് ഇൻ ഒബീഡിയൻസ്. വിനയത്തിന്റെ ഭാവം ധരിച്ചുകൊണ്ട് ദൈവവചനത്തിലേക്കുള്ള സമർപ്പണമാണ് പരിശുദ്ധ അമ്മ അവിടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലോക ജീവിതവുമായി നാം ഈ മാതൃകയെ ഉൾക്കൊള്ളുമ്പോൾ നാം ഒക്കെ ഉന്നത വിദ്യാഭ്യാസം ലഭിച്ചവരാണ്, നല്ല ഭവനങ്ങൾ ഉള്ളവരാണ്. ലോക ജീവിതത്തിൽ അടങ്ങുന്ന എല്ലാം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വിനയത്തിന്റെ മനോഭാവം എവിടെയാണ് എന്ന് ഈ പരിശുദ്ധ നോമ്പിൽ നാം സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ പഠിക്കുമ്പോൾ ദൈവവുമായി നിന്നുകൊണ്ടുകൊണ്ട് നമ്മുടെ പ്രവൃത്തിയിൽ നാം തന്നെ നമ്മെ തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയണം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ പരാമർശിക്കുന്ന ഇവിടെയാണ് നാം ഉൾക്കൊള്ളേണ്ടത്. പരിശുദ്ധമ്മ പഠിപ്പിക്കുന്നുണ്ട്, യഥാർത്ഥ സൗന്ദര്യം പുറമെയുള്ള മൂടിയല്ല, പിന്നെയോ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് എന്നുള്ളത്. ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് പരിശുദ്ധ അമ്മ അണിഞ്ഞ വിനയം. മൂന്നാമതായി അചഞ്ചലമായ വിശ്വാസത്തിന്റെ മാതൃക. പരിശുദ്ധ അമ്മയിൽ ദൂതൻ സന്ദേശം അറിയിച്ചപ്പോൾ നടക്കുവാൻ പോകുന്നത് എന്താ എന്ന് പരിശുദ്ധ അമ്മയ്ക്ക് അത്ര ഗ്രാഹ്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ അമ്മ ആ ദൈവദൂതനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. പരിശുദ്ധ അമ്മയെ കുറിച്ച് ചർച്ചക്കാരിയായ ഏലിശബ ഇങ്ങനെ പറയുന്നു. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 45-ാമത്തെ വാക്യം, കർത്താവിങ്കിൽ നിന്ന് അരുളി ചെയ്ത കാര്യങ്ങൾ നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഷി ട്രസ്റ്റ് ദ പ്രോസസ്. പൂർണ്ണമായിട്ട് ദൈവത്തെ ഉൾക്കൊണ്ട പരിശുദ്ധ അമ്മ. ഇന്നത്തെ സ്ത്രീകളാകുന്ന നാം ഓരോരുത്തരും കടന്നു പോകുന്നത് വളരെയധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിറഞ്ഞ ലോകത്തിൽ കൂടിയാണ്. കുടുംബ പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടാവാം, ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മെ വ്യാപരിക്കുന്നുണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മെ അലട്ടുന്നുണ്ടാവാം, വരുന്ന തലമുറയെക്കുറിച്ച് ആകുലതകൾ നമുക്കുണ്ടാവാം. എന്നാലും പരിശുദ്ധ അമ്മയെ പോലെ
സ്വയം സമർപ്പിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിന്റെ മാതൃക ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. പൂർവ്വ മാതാപിതാക്കൾ ഇല്ലായ്മയിൽ നിന്ന് ദാനം ചെയ്തവരാണ്. അവരുടെ ജീവിതത്തിന്റെ അനുഗ്രഹങ്ങളാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കൃപകൾ, വരദാനങ്ങൾ. കണ്ണുനീരിന്റെ പ്രാർത്ഥനയുടെ അനുഭവമാണ് അവർ നമുക്ക് നൽകിയ മാതൃക. പരിശുദ്ധ ജീവിതത്തിലായിരിക്കുമ്പോൾ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാൻ ഓരോ അമ്മമാർക്കും കഴിയണം. നാലാമതായി, മാതൃത്വത്തിന്റെ വിശുദ്ധ മാതൃകയാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ സ്വന്തം മകനെ സ്വയം ഉദരത്തിൽ വഹിക്കുക മാത്രമല്ല ചെയ്തത്, ദൈവവിശ്വാസത്തിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഒരു പൈതലിനെ ദൈവവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് വളർത്തുകയും സംരക്ഷിക്കുകയുമാണ് ചെയ്തത്. ഖനാവിലെ കല്യാണ നാളിൽ ആ വിരുന്നു ഭവനത്തിന്റെ കുറവിനെ മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ തന്റെ മകനെ പരസ്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ടൊരു കാരണം ആയി തീരുകയായിരുന്നു. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളും നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനാണോ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് എന്ന്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഈ വചനങ്ങളൊക്കെ മറിയം തന്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, മേക്ക് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്. ഞാൻ എന്തെങ്കിലും മാറ്റം എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അവിടെയാണ് എൻ്റെ നോമ്പിന്റെ പൂർത്തീകരണം. ഇന്നത്തെ ലോകത്ത് നാം നമ്മളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നുണ്ട്. അവർക്ക് വിശ്വാസത്തിന്റെ ജീവിതം നൽകുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നാം സ്വയം ചോദിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൽ ഉത്തമമായ മറുപടികൾ ലഭിക്കുന്നുണ്ട്. നമ്മുടെ വരുന്ന തലമുറയെ പരിശുദ്ധ ജീവിതത്തിലേക്ക് ഒരുക്കുക എന്നത് ഓരോ അമ്മമാരുടെയും കർത്തവ്യമാണ്. ഓരോ അമ്മമാരും ഓരോ കുടുംബത്തിന്റെ വേരുകളാണ്. ആ വേരുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് പരിശുദ്ധ ജീവിതത്തിലേക്ക് നല്ല മാതൃകകളാക്കുവാൻ ഓരോ അമ്മമാർക്കും കഴിയണം. 5-ാമതായി, പ്രാർത്ഥനാ ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാതൃകയാക്കുവാനുള്ളത്. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം, ദൈവവുമായിട്ട് നിരന്തരമായി സമ്മേളിക്കുവാൻ നമുക്ക് കഴിയണം. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അവരെല്ലാവരും യേശുവിന്റെ അമ്മയായ മറിയത്തോടുകൂടി പ്രാർത്ഥനയിൽ സ്ഥിരതയോടെ കഴിഞ്ഞു. നിരന്തരമായ പ്രാർത്ഥനാ ജീവിതം. നമുക്ക് തിരക്കുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട് ജീവിത രീതിയിൽ. പക്ഷേ നിരന്തരമായി പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. പ്രത്യേകിച്ച് ഒരു സമയമോ ഒരു സന്ദർഭമോ ഒന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ദൈവം നൽകുന്ന കൃപകൾക്ക്, ദാനങ്ങൾക്ക് എപ്പോഴും നന്ദിയുള്ളവരായി ജീവിക്കാനായിട്ട് നാം ശ്രദ്ധിക്കണം. പ്രാർത്ഥനാ ജീവിതത്തിൽ അടിയുറച്ചവരായിരിക്കണം. കഴിഞ്ഞ 11 ദിനങ്ങൾ നാം ശൂനോയോ നോമ്പിലൂടെ കടന്നുപോയി. ജീവിതത്തിൽ പരിവർത്തനം ലഭിക്കുന്നു എങ്കിൽ മാത്രമേ നമ്മുടെ നോമ്പും നമസ്കാരവും ദൈവത്തിന് ഇമ്പമുള്ളതായി തീരുന്നുള്ളൂ. പരിശുദ്ധ അമ്മയിൽ നാം കാണേണ്ട വേറൊരു കാര്യം, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 48-ാം വാക്യത്തിൽ പറയുന്നു, ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. ഭാഗ്യവതിയായ അമ്മ. ഈ വചനത്തിൽ പൂർത്തീകരണമാണ് പരിശുദ്ധ ഓർത്തഡോക്സ് സഭയുടെ ആരാധനയും പ്രാർത്ഥനകളും. അമ്മയെ നിരന്തരമായി നമ്മൾ ഓർക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിന് നല്ല മാതൃകകളെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. ഇന്നത്തെ ലോകം സ്ത്രീകളായ നമ്മെ പഠിപ്പിക്കുന്നത് വിജയികളാക്കുവാനാണ്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധിയിൽ വിജയം കണ്ടെത്തുവാനാണ്. ഇന്നത്തെ ലോകത്തെ നാം ഓരോരുത്തരും ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടിരിക്കുന്നവരാണ്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് വിനയത്തിൽ നിന്നുകൊണ്ട് ഉയരത്തിലേക്ക് നടന്നു നീങ്ങുവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ലോകം ആത്മവിശ്വാസത്തിൽ പ്രശംസിക്കുവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആത്മവിശ്വാസത്തിലേക്ക് പ്രശംസിക്കുവാനാണ്. ലോകശക്തിയെയും അധികാരത്തെയും കുറിച്ചാണ് ഇന്നത്തെ ലോകം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത് ശക്തിയെയും സഹനത്തിലൂടെയും പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും മാതൃക കാണിക്കുവാനാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരായി, പ്രതിസന്ധിയിൽ ധൈര്യത്തോടെ മുന്നേറുന്നവരായി, വിജയങ്ങളിൽ വിനയത്തോടെ ജീവിക്കുന്നവരായി, നമ്മുടെ കുടുംബങ്ങളിൽ നല്ല പ്രാർത്ഥനയുടെ ഭവനങ്ങളായി തീർത്തുകൊണ്ട് നമ്മുടെ മക്കളെ വരുന്ന തലമുറയ്ക്ക് നല്ല പ്രാർത്ഥനയുടെ മാതൃകകൾ കാണിച്ചു കൊടുത്ത് വളരുവാൻ നമുക്ക് കഴിയണം. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവിന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കും. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിന് 46-47 വാക്യങ്ങളാണ്. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകർത്താവായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാളിലൂടെ കടന്നു പോകുന്ന ഈ ദിനങ്ങളിൽ വിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് നമ്മെ തന്നെ നവീകരിക്കുകയും കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും
ഇടവകയിലെ വളർച്ചയിലേക്ക് നയിക്കുകയും ചെയ്യുവാൻ നാം പ്രാർത്ഥിക്കണം. പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത ഓരോ അമ്മമാർക്കും ഓരോ കുടുംബങ്ങൾക്കും കാവലും കോട്ടയും ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ ഒരു അവസരം തന്ന ഡയോസിസിനോടും റീജിയണൽ അംഗങ്ങളോടുമുള്ള നന്ദി ഇത്തരണത്തിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവം തമ്പുരാനെ ഓരോ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥതയിൽ നിർത്തുന്നു. നന്ദി. ജിനു മ്യൂട്ടാണ്. Sorry. Yeah, thank you, Jessica. That was a real powerful and a motivational message from you. Like, it truly makes us to reflect what changes did bring about in us for the last 11 days. How did we bring in that change? Did we really change in ourselves and all the different qualities of the Blessed Mary that was outlisted by you? That was real motivational, and it's those are the points to think upon. So thank you, Jessica, once again. And with this, I would request Sheba George to lead us in the intercessory prayer. And the theme is Nations and Leaders. Sheba. പാടി പ്രാർത്ഥിക്കാം. Sure. നിത്യസഹായനാഥേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി പ്രാർത്ഥിക്ക സ്നേഹനാഥേ. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യാസമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ശൂനോയ നോയമ്പിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, മാതാവിൻ്റെ ഉദരത്തിൽ കൂടെ ദൈവപുത്രനെ ലോകത്തിന് നൽകി ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ഓർക്കുന്നപ്പാ. യേശുക്രിസ്തുവിനെ ലോകത്തിന് നൽകുവാൻ അമ്മ സഹിച്ച ത്യാഗവും അനുഭവിച്ച വ്യഥകളും എല്ലാം ഞങ്ങൾ ഓർക്കുന്നപ്പാ. സൗമ്യതയോടെ ഇതിനെയൊക്കെയും തരണം ചെയ്തുകൊണ്ട് ലോകമാതാവാകുവാൻ ദൈവം കൊടുത്ത കൃപയോർത്ത് അവിടുന്ന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദുഷ്ടത നിറഞ്ഞ ലോകത്തിലാണപ്പാ ഞങ്ങൾ ജീവിക്കുന്നത്. നമ്മെ സകല സത്യത്തിലും നീതിയിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അന്ത്യം വരെയും കൂടെ ഇരുന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും അപ്പൻ മക്കളോടും മക്കൾ അമ്മയപ്പന്മാരോടും എതിർത്ത് നിൽക്കുന്ന ഈ സമയത്ത് കർത്താവിൻ്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കർത്താവേ നിന്റെ സന്നിധിയിൽ നിലമ്പാട് വീഴുന്നപ്പാ. കർത്താവേ, യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ക്ഷാമവും പകർച്ചവ്യാധികളും മൂലം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ കഷ്ടത്തിലും ദുരിതത്തിലും ആയിരിക്കുന്നപ്പാ. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ല. കർത്താവേ, ഞങ്ങളുടെ മാതൃരാജ്യമായ കേരളത്തിലും ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും മഴയും വെള്ളപ്പൊക്കവും മൂലം സകലതും നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ജനം ഭാരപ്പെടുന്നു. ഈ രാജ്യങ്ങളോടെല്ലാം കരുണ തോന്നണമേ. ഭരണകർത്താക്കൾക്ക് ഇവരെ സഹായിപ്പാനും ചേർത്ത് പിടിക്കുവാനുമുള്ള നല്ല മനസ്സ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിപ്പാനും ശുശ്രൂഷിപ്പാനുമുള്ള കൃപ ഞങ്ങൾക്കും തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, യുദ്ധങ്ങൾ നിർത്തൽ ചെയ്യണമേ. സമാധാനപരമായ ഒരു അന്തരീക്ഷം ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നയിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്കൊരു മാനസാന്തരത്തിന്റെ അനുഭവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. അപ്പാ, വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുകുട്ടികളെ, യൗവനക്കാരെ, എല്ലാ മക്കളെയും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ നിന്ന് വിശ്വാസികളായി വാങ്ങിപ്പോയിരിക്കുന്ന
എല്ലാ പ്രിയപ്പെട്ടവരെയും ഇമ്പങ്ങളുടെ പറുദീസയിൽ പാർപ്പിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുദ്ധിമതിയായ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് കോട്ടയും കാവലുമായി ഞങ്ങൾക്ക് വേണ്ടി തമ്പുരാനോട് പ്രാർത്ഥിക്കണമേ. കർത്താവേ, എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഒന്നും കർത്താവെ ഈ പ്രാർത്ഥനയ്ക്കൊരു തടസ്സമായിരിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയോടെ അടിയങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും അവിടെ നിന്ന് ക്ഷമിച്ച് നിന്റെ തിരുസന്നിധിയിൽ ഈ പ്രാർത്ഥന അവിടെ നിന്ന് എത്തുമാറാകണമേ. സകലവും പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. Thank you, Shiva. Now let's move on to litany. The lead will be Miss Annie Santosh and the response will be given by Miss Molly Chirakkal. Both of you can go ahead and start. വിശുദ്ധ കന്യകയായ മർത്തമറിയം മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ വാതിലും സകല നന്മകളുടെയും ഭണ്ഡാരവുമായ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ നാഥിയാകുന്ന പരിശുദ്ധയും ശുദ്ധിമതിയുമാകുന്ന മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കപ്പെടുന്നതിനും കറകൾ മാഞ്ഞു പോകുന്നതിനുമായി പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞെരുക്കത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവർ സമാധാനപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കുവാനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവത്തെ പ്രസവിച്ച മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷിതാവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷകാരണമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആത്മീയ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്നേഹത്തിന്റെ പാത്രമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ഔഷധമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേത സ്ഥലമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിലപിച്ചിരിക്കുന്നവരുടെ ആശ്വാസമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഖേദത്തിലിരിക്കുന്നവരുടെ സന്തോഷമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ വൃദ്ധർ താങ്ങപ്പെടുന്നതിനായും യുവാക്കൾ പരിപാകതയുള്ളവരായി തീരുന്നതിനുമായും പൈതങ്ങൾ കാക്കപ്പെടുന്നതിനായും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഭിന്നതയിൽ കഴിയുന്നവർ ഐക്യപ്പെടുന്നതിനായിട്ടും സത്യാനുതാപവും മാനസാന്തരവും സഭയിൽ ഉണ്ടാകുന്നതിനായും പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സത്യവിശ്വാസികളായി വാങ്ങിപ്പോയവർക്ക് കരുണ ലഭിക്കുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മർത്തമറിയം വനിതാ സമാജത്തിലെ എല്ലാ അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ദൈവമാതാവേ, ദൈവപുത്രനോടുള്ള മധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും ദൈവസന്നിധിയിൽ കൈക്കൊള്ളപ്പെടുന്നതിനായി പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാകമാരുടെയും പിതാക്കന്മാരുടെയും നിബിയന്മാരുടെയും സഹദയന്മാരുടെയും മൗദ്യാനന്മാരുടെയും കന്യകമാരുടെയും സകല പരിശുദ്ധന്മാരുടെയും രാജ്ഞിയായ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. താങ്ക് യു. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ മേലും നമ്മുടെ എല്ലാ ഭവനങ്ങളുടെ മേലും ദൂരെയും ചാരയുമായിരിക്കുന്നവരുടെ മേലും വാങ്ങിപ്പോരുടെ ആത്മാക്കളുടെ മേലും സഭയിന്മേലും നാടിന്മേലും എല്ലാ ഇടവകളിന്മേലും ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Yeah, thank you, John Chamachan. And thank you, Albiacha. And thank you, Niti, Liti, Jessica, Sheba, Molly. Thank you all those who took part in today's prayer series. And with wishing you all have a good and safe, blessed night.